ഗൈസ്, ഞാൻ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം എന്താ പറയുക, മൈൻക്രാഫ്റ്റിൽ വന്നേക്കുന്ന നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയിലാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പം നമ്മളിപ്പം ലോബിയിലാണ് നിൽക്കുന്നത്. വേറെ നല്ല ഗൈസ് നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾക്കറിയാമെന്നല്ല ഗൈസ്, വേറെ നല്ല ഗൈസ് നമ്മുടെ നേരത്തെ വേൾഡ് ചെറുതായിട്ട് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. അത് വേറെ നല്ല ഗൈസ്, എനിക്ക് ഇതിനു മുമ്പ് മൈൻക്രാഫ്റ്റ് ഇതുവരെ അതിന് മുമ്പ് കളിച്ചിട്ടൊന്നുമില്ല. അപ്പം കുറേ കയ്യബദ്ധങ്ങൾ കൊണ്ട് എനിക്ക് ആ ഒരു വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. അത് ഞാൻ എന്താ പ്രസ് ചെയ്ത് വേറെ ഇതായിപ്പോയി. ആ ഡിലീറ്റ് ബട്ടൺ ആയിരുന്നു. പക്ഷേ ഞാനത് എൻ്റെ വേൾഡ് ജസ്റ്റ് ഒന്ന് കുറച്ചധികം ഫീച്ചേഴ്സ് ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് എനിക്ക് പറ്റിപ്പോയത്. അതൊന്ന് ഡിലീറ്റായി പോയത്. അത് എന്നിട്ട് ഞാൻ കുറേ നോക്കി. അതിന് ഡിലീറ്റ് ആയി പോയ വേൾഡ് പിന്നെ കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നി. ഇത് പോയി, ആ വേൾഡ് പോയി. എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ വേറെ നല്ല ഇനി പുതിയ വേൾഡിലാണ് നമ്മളിനി കളിക്കാൻ പോകുന്നത്. അപ്പം പുതിയ വേൾഡാണ് ഇതിപ്പോൾ ഗൈസ് നമുക്ക് പുതിയ വേൾഡ് തുടങ്ങാം. വേറെ ഗൈസ് ഏതായാലും ഞാനൊരു വേൾഡ് ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വേൾഡിന് പേരെടുക്കാം ഗൈസ്. NRS വേൾഡ്. അയ്യോ, വേൾഡ് തന്നെ. ഓക്കെ, നമുക്ക് NRS വേൾഡ് എന്ന് കൊടുക്കാം. NRS വേൾഡ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കളിക്കാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ ബാക്ക് അടിച്ചത് ഓക്കെ, നമുക്ക് ആ വേൾഡ് കയറാം ഗൈസ്. എന്നിട്ട് നമുക്ക് അവിടെ പുതിയൊരു എന്താ പറയുക വീടും കാര്യങ്ങളൊക്കെ പണിത് സെറ്റപ്പ് ആകാം. ഏതായാലും മറ്റേ വേൾഡ് അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ആ വേൾഡ് ഇച്ചിരി ബോറിംഗ് ആയിരുന്നു. കാരണം അതിലൊന്നും കണ്ടൻ്റ് ഒന്നും ചെയ്യാനുമില്ല, എവിടെ പോകാനുമില്ല. ചുറ്റും പോയിട്ടൊന്നും ഒരു തരത്തിലുള്ള ലൂട്ടും അങ്ങനെ ഒന്നും നമുക്ക് കിട്ടിയില്ല. കുറച്ച് അയണും രണ്ട് ഡയമണ്ടും കിട്ടിയല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്തായാലും പുതിയ വേൾഡ് നമുക്ക് വേണം. അപ്പം ഇത് നോക്കാം, കുറച്ച് പണിയുണ്ട്. ഇത് ലോഡായി വരണം ഗൈസ്, ഭയങ്കര പണിയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഇതെന്ത് ഡെസേർട്ട്? ഞാൻ പെട്ടെന്ന് പേടിച്ചു ഗൈസ്. ഡെസേർട്ടാണെന്ന് പേടിച്ചു ഗൈസ്. ഡെസേർട്ട് അല്ല കേട്ടോ, ഡെസേർട്ട് ഇവിടെ കാളൊക്കെയുണ്ട് ഗൈസ്. എന്താ നല്ല കുഴപ്പമില്ല ഗൈസ്, അടിപൊളി സ്ഥലം തന്നെ. നല്ല വലിയ സീനൊന്നുമില്ല ഗൈസ്. നല്ല രീതിയിലുള്ള സ്ഥലമാണ്. സീനൊന്നുമില്ല കേട്ടോ. ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സമയമില്ല ഗൈസ്. വേറെ നമുക്ക് വീടും കാര്യങ്ങളും പണിയണം. പിന്നെ നമുക്ക് മരവും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. നമുക്ക് ആടിനെ തപ്പണം. അവിടെ ആടിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പിന്നെ സീനൊന്നുമില്ല. നമുക്ക് ഇപ്പം ഇച്ചിരി ഈ ഗെയിമും കാര്യങ്ങളൊക്കെ പഠിച്ച് ഗൈസ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങോട്ടെടുക്കാം. മരം അത്യാവശ്യമാണ് ഗൈസ്, അറിയാമല്ലോ. മരവും കാര്യം കിട്ടിയിട്ടുണ്ട്. ഒരു കോഴീനെ നമുക്ക് കൊന്ന ഗൈസ്, നമുക്ക് ഇറച്ചി കിട്ടുള്ളൂ. അയ്യോ, മരം അവിടെ വെച്ച് ഗൈസ്. ഓക്കെ, കൊന്നിട്ടുണ്ട്. ഇറച്ചി കിട്ടി. അടിപൊളി. നമുക്ക് മരം പോയി എടുക്കാം. മരം അവിടെ വെച്ച് ഗൈസ്. ഞാൻ മരം നമുക്ക് എടുത്തേക്കാം. കാരണം നമുക്ക് മരം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് മരം കാര്യങ്ങളൊക്കെ എടുക്കാം. മരം അല്ലെങ്കിലും മൈൻക്രാഫ്റ്റിൽ മരമാണ് ഏറ്റവും വേണ്ട സാധനം എന്നൊക്കെ വേണേൽ പറയാം ഗൈസ്. ഓക്കെ, നമുക്ക് വീടുണ്ടാക്കാം. നമുക്ക് സ്ഥലവും കാര്യം കണ്ടുപിടിക്കണം. ഇവിടെ കുറച്ച് സ്റ്റോണിൻ്റെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഗൈസ് അടിപൊളി കേട്ടോ ഗൈസ്. ഇവിടെ സ്റ്റോണിൻ്റെ ഒരു കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ന് എടുക്കണം ഗൈസ്. മോൻ ഗൈസ്, ഇവിടെ നോക്കി വീടാക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നോക്കി. പുളി. ഇവിടെ നേരെ താഴോട്ട് പുളി ഗൈസ്. നമുക്ക് ഏതായാലും വീടുണ്ടാക്കണം. നമുക്ക് നല്ല സ്ഥലം നോക്കി. ഇപ്പോൾ ഈ നമ്മൾ ഏതായാലും വില്ലേജും കാര്യങ്ങളും തപ്പി കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കാരണം വില്ലേജ് തപ്പി കണ്ടുപിടിക്കാൻ പോകുന്നു മഹാ പ്രശ്നമാണ്. കാരണം വേറെ കഴിഞ്ഞ ദിവസം നമ്മൾ വില്ലേജ് കാര്യങ്ങൾ തപ്പി കണ്ടുപിടിക്കാൻ പോയി. വില്ലേജ് തപ്പി കണ്ടുപിടിച്ച് വീടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം വില്ലേജ് കണ്ടുപിടിക്കാൻ പോയ ഉറപ്പാണ് ഈ നമുക്ക് കുറേ ലൈഫും കുറേ പ്രാവശ്യം നമ്മൾ ചാവുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് വില്ലേജ് അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ല, സമയം വെറുതെ പോവുകയും ചെയ്യും. അതാണ് പ്രശ്നം. ഓക്കെ, നമുക്കിവിടെ കുറേ പ്ലാങ് ഉണ്ടാക്കി വെച്ചേക്കാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റിക്ക് വേണം. പിന്നെ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കണ്ട ഗൈസ്. 30 ഉണ്ടെങ്കിൽ പോയി. ഇപ്പം ആടിനെ കൊല്ലണം ഗൈസ്. ആടിനെ കൊല്ലണം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഒരു സോഡ് ഉണ്ടാക്കാം. ഓക്കെ, പിക്കാക്സ്. ഓക്കെ, സ്റ്റിക്ക്.
സ്റ്റിക്ക് നാണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷവലുണ്ടാക്കാം, ഇതുണ്ടാക്കാം. നാക്സ് അത്യാവശ്യമാണ്, നാക്സ് 2 സോഡ ഒന്നും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, അടിപൊളി. നമുക്ക് സോഡ. അയ്യോ രാത്രി അവനെ മോനെ വെള്ളയാടുണ്ടോ? വെള്ളയാട് ഗൈസ്. മോനെ വെള്ളയാട് ഇതിനെ പിടിച്ച് നമുക്ക് ബെഡ് ഉണ്ടാക്കണില്ല, ശരിയാവത്തില്ല. ഓക്കെ, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആട് സീൻ ഇല്ലെന്ന് കേട്ടോ, ആടെ കിട്ടാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ ആട് നടപ്പുണ്ടില്ലേ കൂടെയൊക്കെ. എൻ്റെ മോനെ പശു അല്ല, ആട്. നമുക്ക് ആടെ അങ്ങോട്ട് പോയി നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ? പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, പക്ഷെ ആടിനെ കിട്ടണം. ആടിൽ നമുക്കൊന്നും ആക്കത്തില്ല. ആദ്യം ബെഡ് ഉണ്ടാക്കണം. നൈറ്റ് മൊത്തം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി, ഈ നൈറ്റ് മൊത്തം സ്പെൻഡ് ചെയ്യുന്നത്. അത് ഭയങ്കര പണി, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈസ്. പക്ഷെ എൻ്റെ മോനെ പറ്റിയ സമയത്താണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ ഈസ്. ഇവിടെ ഒന്നും ഒരു ആട് പോലും ഇല്ലേ. പക്ഷെ എൻ്റെ മോനെ ആടില്ല. എൻ്റെ മോനെ ഒന്നും ഇല്ല ഇവിടെ ഒന്നും. ഞാൻ ചാടാന്ന്. ഇവിടെ മൊത്തം വെള്ളം വരും. അയ്യോ സ്പൈഡർ, എൻ്റെ പൊന്നു വന്ന് പെട്ടെന്ന് നല്ല സ്ഥലത്ത് കേസ്, അടിപൊളി സ്ഥലത്ത്. ആ സോംബീസൊക്കെ സ്പോണാകുന്ന സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. 2000 years later. കോളൊക്കെ എടുത്ത കേസ് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കോളും കാര്യങ്ങളുണ്ട്. ഇത് മൊത്തം കല്ലിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് മൊത്തം കോളാണ്. ഇവിടെയൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യാൻ നല്ല സ്ഥലമാണ് എനിക്ക് തോന്നി. കാരണം അമ്മാതിരി കോളും കാര്യങ്ങളൊക്കെ നോക്കി മോനെ. പിന്നെ എടുത്തേക്കാം, നമുക്ക് മൊത്തം എടുത്തേക്കാം. കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് വീടും കാര്യം ഉണ്ടാക്കാം. ഇവിടെയാണ് നമ്മൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ എടുത്തിട്ട് ഒരു സ്റ്റോണിൻ്റെ പിക്ചേഴ്സ് ഉണ്ടാക്കി നമുക്കിവിടെ മൊത്തം നിരത്താം. നമ്മളിപ്പോട്ട് മ്യൂസിക് ഇടുന്നു. അല്ല നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ചാടില്ലേ. ഓക്കെ, നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സും കാര്യമൊക്കെ ഉണ്ട്. പിക്കാക്സ് ഓക്കെ, അടിപൊളി. സ്റ്റോണിൻ്റെ പിക്കാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ പറ്റും. അതുകൊണ്ട് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഇട്ട് നമുക്ക് ഇത് മൊത്തം ഇതങ്ങ് എടുത്തേക്കാം. ഹലോ മുളക്കളി പൊടി പിന്നെ അല്ല നമ്മളാണ്. ഇതും കൊള്ളാം വയസ്സ്. നമുക്ക് ഓക്കെ, നമുക്കിത് മൊത്തം വിട്ട് നമുക്ക് വീടുണ്ടാക്കേണ്ട സ്ഥലം നമുക്ക് ഞാൻ പറയാം. ഇവിടെയായിട്ടാണ് നമുക്ക് വീടും കാര്യങ്ങളും ഉണ്ടാക്കേണ്ട ഒരു സ്ഥലം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ഏരിയ ആക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഇച്ചിരി സ്ഥലമാക്കി നമുക്ക് വീടും കാര്യങ്ങളും ആക്കാൻ പറ്റുമായിരിക്കും. ഉദ്ദേശിക്കുന്നത് രാത്രിയാവും. സീനില്ല, നമുക്ക് വളരെ സാധനമുണ്ട്. നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സീനില്ല. ഇത്ര നീട്ടം മതിയായിരിക്കുമല്ലോ ഇപ്പം നമുക്കാക്കാൻ. ഇത്രയും നീട്ടം നമുക്ക് ഇത്ര പോരാന്ന് ഇച്ചിരി ആക്കാം. ഇതൊക്കെ വെട്ടിയെടുത്ത നൈസ്. ഇതിന് സാധനം വൈസ് ഇതിന് സാധനം ഗ്രാവലാട്ടോ. ഇവിടെ മൊത്തം ഗ്രാവലുണ്ട്. ഗ്രാവൽ പെട്ടെന്ന് സ്റ്റോണുണ്ടോ? ഗ്രാവലാണ് പെട്ടെന്ന് സ്റ്റോണാണ് പെട്ടെന്ന് പോകുന്നത്. ഗ്രാവലാണ് പെട്ടെന്ന് തീരുന്നില്ല. കോളാ ഇതിനകത്തുനിന്ന് കോളും കാര്യങ്ങൾ കിട്ടുമോ? ഗ്രാവലിനകത്തുനിന്ന് കോളും കാര്യങ്ങൾ കിട്ടുമോ? ഗ്രാവലിനകത്തുനിന്ന് കോളും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് വാങ്ങി. ഇത്രയല്ലേ? ഓക്കെ, ഇതെന്നാ ഇത്ര രാത്രിയായിട്ടാണെങ്കിൽ സ്പോണാവും. ഇവിടെ മൊത്തം സോംബീസും ഞങ്ങൾ സ്പോണാവും. നമുക്ക് ബെഡിട്ട് വേഗം കിടന്നുറങ്ങാം. എനിക്ക് നല്ലത്
ബെഡെടുത്ത് ഗൈസ്. കിടന്നുറങ്ങാം. എന്തായാലും നമുക്ക് വീടും കാര്യങ്ങളും പണിയണം ഗൈസ്. എൻ്റെ പൊന്നഫി ഒരു ക്രീപ്പറൊക്കെ കാണപ്പുണ്ടല്ലോ കൂടെ. അടിപൊളി. റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റാക്കി ബെഡ് കാര്യങ്ങൾ എടുത്തേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ വീടും കാര്യങ്ങളും പണിയണം. ഇവിടെ പണിയാനാണെന്ന് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് കുറച്ച് എന്താ പറയുക ഇതാക്കാം. നമുക്കൊരു ഡേയ്സ് വുഡ് പ്ലാങ്ക്സ് 57 കുറച്ചുണ്ട് ടേസ് നമ്മുടെ കയ്യിൽ. എടുത്താക്കിയ കുറച്ചും കൂടെ. ഓക്കെ ഇത് തന്നെ നമുക്ക് ഇത് കൂട്ടി കിട്ടും ഗൈസ്. സോ അടിപൊളി. നമുക്ക് അത് കൂട്ടി സാധനം കിട്ടും. കോളും കാര്യം ഇത് തന്നെ ഫ്ലിൻറ്റ്. ഇത് 14 കിട്ടി. പൊളി. അത് പൊളിയാണ്. ഇത് തന്നെ റിച്ച് വാങ്ങുന്ന സാധനമാണ്. ഇത് കൊള്ളാൻ കിട്ടും. ശരിക്കും കൊള്ളാം. നമുക്ക് ബെഡ് കിട്ടുന്നത് ക്രീപ്പർമാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ നോക്കണം. ഇവിടെ വന്ന് പൊട്ടി തെറിച്ചിട്ടുണ്ടെങ്കിൽ സീനൊന്നുമില്ല. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു പ്ലാനും കാര്യങ്ങളും വേണം ഗൈസ്. അതായത് ഇങ്ങനെ ഉണ്ടാക്കും നമ്മൾ വീടും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ ഗൈസ്. പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അതാണ് സീൻ. ഇതൊന്ന് മൊത്തം വെട്ടിയെടുത്തേക്കാം. ഇവിടെ മൊത്തം വെട്ടാം ഗൈസ്. ഈ വീഡിയോ ചിലപ്പോൾ മിക്കവാറും കുറച്ച് ലോങ് ആയി പോകും ഗൈസ്. കാരണം ഇതൊക്കെ മൊത്തം ആക്കിയെടുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് പണിയാണ്. നോക്കാം ഗൈസ്. മൊത്തം ഗ്രാവലാട്ടോ ഗൈസ്. എന്തോ നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് എന്താ ഇതിനകത്തുള്ളതെന്ന് അറിയാൻ പറ്റത്തില്ല. ചില സമയത്ത് കോളും കാര്യങ്ങളൊക്കെ വരും. അതാണ് ചില സമയത്ത് നമുക്ക് കോളും കാര്യങ്ങളൊക്കെ ചാടും. ചില സമയത്തൊന്നും ഉണ്ടാകും. നോക്കാം. ഇവിടെ നമുക്ക് വീടും കാര്യങ്ങളുണ്ടാക്കാം. ഇതിട്ടിട്ട് പോകാം ഗൈസ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും വേണ്ട. ഇട്ടിട്ട് പോകാം ഗൈസ്. നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാക്കാം. ആദ്യം നമുക്കൊരു ചെറിയ പ്ലാൻ പോലെ ചെറിയൊരു കൂര ആദ്യം വേണമല്ലോ ഗൈസ്. അതിന് വേണ്ടി ഇങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ വാതിൽ ഇവിടെ ആക്കാം. ഇവിടെ എങ്ങാനും വാതിലാക്കണം. എങ്ങനെ ആക്കുന്നത്? വാതിൽ നമുക്ക് ആക്കാം ഗൈസ്. നമുക്ക് ചെറിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പോൾ ആക്കി വിടാം ഗൈസ്. കുറച്ച് പണിയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ. കുഴപ്പമില്ല ഗൈസ്. ഏതായാലും ഗൈസ് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ പണിയാം. യെസ്. അപ്പം എന്തായാലും ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. കാരണം ഇത് കുറച്ച് പണിയാണ്. കുറച്ച് ഇതൊക്കെ ആക്കി ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ വീടും കാര്യങ്ങളൊക്കെ ഇത്ര ആക്കി വരണം. അപ്പം വീടും കാര്യങ്ങളൊക്കെ മൊത്തം ആക്കണം. അപ്പോൾ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരാം ഗൈസ്. കാരണം ഈ വീഡിയോ കുറേ ലോങ് ആയി പോകും. അതുകൊണ്ട് ഗൈസ് അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം ഗൈസ്. അപ്പം ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കണം ഗൈസ്. ഞാൻ പറയാൻ വിട്ടു ഗൈസ്. ഞാൻ ആദ്യം പറയുന്നത് മറന്നുപോയി. എന്നാലും ഈ വീഡിയോ ആണെന്നെല്ലാം ലൈക്ക് ചെയ്യാൻ മാത്രമല്ല ലൈക്ക് ചെയ്യുക. അറഞ്ച് ലൈക്ക് ഗൈസ്. ഇഷ്ടംപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഗൈസ്. ഷെയർ ചെയ്യാത്തവരാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക 45 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പയ്യെ കൂടി വരുന്നത് കുഴപ്പമില്ല. പയ്യാണെങ്കിൽ ഗൈസ് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ ഗൈസ്.